പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏത് വി ഡി സതീശൻ? ദാ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. SFIക്കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത്. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി ഡി സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ we are ഗുണ്ടാസ്, we are fighting RSS. ഞങ്ങൾ RSSനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ RSSനെതിരായിട്ടാണ് പോരാട്ടം നയിക്കുന്നത്. ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. RSSന്റെ ഉന്നത വിദ്യാഭ്യാസ അജണ്ടകളാണ് ഗവർണർമാർ നടപ്പാക്കുന്നതെന്നത് പരസ്യമായ രഹസ്യമാണ്. ഈ കളിയിൽ താൽക്കാലിക VCമാരാണ് ആർലേക്കറുടെ കാലാൾപ്പട. സർവകലാശാല ചട്ടം മറികടന്ന് താൽക്കാലിക VCമാർ സംഘപരിവാരത്തിൻ്റെ രാജ്ഭവൻ ശാസനകൾ നടപ്പാക്കുന്നു. സേവാഭാരതി സേവകന്മാരാകുന്നു. അതിനേക്കാൾ മാരകമാണ് വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് മുന്നണിയുടെ സ്ഥിതി. ഗവർണറെ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് പൊള്ളും. കേരളം കേട്ട വൈറൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ കത്തിപ്പടർന്ന പ്രതിഷേധത്തോടെയാണ് ഇന്ന് കേരളം ഉണർന്നത്. SFIക്കൊപ്പം ഇടത് യുവതയും കൈകോർത്തതോടെ തുടർന്നു വരുന്ന സംഘപരിവാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ പരകോടിയാണ് പിറന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളമെന്ന് കേന്ദ്രം അയച്ചവർക്കും കേന്ദ്രത്തിലെ സാറന്മാർക്കും ഏതാണ്ട് ബോധ്യമായി. സിസയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് അംഗീകരിച്ച രജിസ്ട്രാർ എത്തി ചുമതല തുടർന്നു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും VCയുടെ തെട്ടൂരത്തിൽ തടഞ്ഞില്ല. കലിപൂണ്ട് രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകി സിസ തോമസ്. ഇതിനേക്കാളൊക്കെ ഗൗരവം പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ കൂടിയാണ്. അതും അങ്ങനെ തന്നെ പരിശോധിച്ചു പോകേണ്ടതാണ്. ഗവർണറുടെ സംഘപരിവാർ വൽക്കരണത്തെ പ്രതിരോധിച്ചവരെ ഗുണ്ടകളായി കണ്ട വി ഡി സതീശന് കണക്കിന് നൽകി SFIയും DYFIയും മറുപടിയിലൂടെ. വിദ്യാർത്ഥികൾ ഉയർത്തിക്കാട്ടിയ ആ ചിത്രം എല്ലാ കാലവും വി ഡി സതീശന് മറുപടിയില്ലാത്ത ഒന്നായി അങ്ങനെ നിലകൊള്ളും കേരള രാഷ്ട്രീയത്തിൽ. സംഘപരിവാറും അതിനൊപ്പം നിൽക്കുന്ന കൈകളും കേരളത്തിൻ്റെ പ്രതിരോധവും ചർച്ച ചെയ്യാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടത് നിരീക്ഷകൻ, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഈ ദിവസത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതിനോടനുബന്ധിച്ച് തെളിഞ്ഞു നിന്ന രാഷ്ട്രീയവും ഒക്കെയാണ് തുടക്കത്തിൽ വിശദമാക്കിയത് എങ്കിലും പക്ഷേ ഗൗരവമായി പരിശോധിക്കേണ്ടത് കേരളത്തിലെ സർവകലാശാലകൾ. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കേരള സർവകലാശാലയാണല്ലോ. കേരള സർവകലാശാല പ്രവർത്തിക്കുന്നത് കേരള സർവകലാശാല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അത് ചാൻസലർ ആയാലും അത് രജിസ്ട്രാർ ആയാലും സിൻഡിക്കേറ്റ് ആയാലും വൈസ് ചാൻസലർ ആയാലും അല്ലെങ്കിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരായാലും ഒക്കെ ഇവർക്കെല്ലാം ബാധകമായിട്ടുള്ളത് ആ സർവകലാശാല നിയമമാണ്. ആ നിയമത്തെ നോക്കുകുത്തിയാക്കിയാണോ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഈ പറഞ്ഞതുപോലെ ചാൻസലറും ചാൻസലറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന താൽക്കാലിക VCമാരും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ നിയമവും ചട്ടവും ഭരണനിർവഹണത്തിലെ പിഴവുകളും പ്രശ്നങ്ങളും കളികളും അതിനെതിരായ പ്രതിരോധവും എന്ന നിലയിലേക്ക് കുറെ കൂടി ചർച്ച പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ആളുകൾ അറിയേണ്ടതാണ്. ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും സമരവും പ്രതിഷേധവും അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം മാത്രം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലേക്കല്ല പോകേണ്ടത്. സർവകലാശാല നിയമവും ചട്ടവും അതെത്രമാത്രം ഇവിടെ അപകടത്തിലാക്കും വിധം ഉന്നത വിദ്യാഭ്യാസത്തിൽ RSS പിടിമുറുക്കൽ സംഭവിക്കുന്നു എന്നതാണ്. അതിലേക്ക് കൂടി ഒരുപക്ഷെ ചർച്ച പോകും എന്ന് വിചാരിക്കുന്നു. അതിലൊരു ഊന്നൽ വേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ചർച്ചയിൽ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുൺകുമാർ പങ്കെടുക്കുന്നുണ്ട്. വലത് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ കഴിയുന്ന ശ്രീ പൊടിപ്പാറ നമ്മൾക്ക് പോകുന്നുണ്ട്. ഇടതു നിരീക്ഷകനായിട്ടുള്ള ലാൽകുമാറുണ്ട്. ഞാൻ അരുണിലേക്ക് വരുന്നതിന് മുമ്പ് എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് പറയുന്നു. ഞാൻ ലാലിൽ നിന്ന് ഒന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. ലാൽ, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗവർണർ ചാൻസലറാണ്. ആ ചാൻസലറും താൽക്കാലിക VCമാരും കേരള സർവകലാശാലയിലേക്ക് വന്നാൽ തന്നെ 2 VCമാരുടെ പരിപാടിയുണ്ട്. റഷ്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ചാർജുള്ള മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്.
നടപടി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് താൽക്കാലിക വി സിക്ക് പകരം വന്ന പകരക്കാരിയായ അല്ലെങ്കിൽ പകരം വന്നയാൾ സിസ തോമസ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി ഇന്ന് വരെ കണ്ടതാണ്. അപ്പോൾ ഈ നിലയിൽ നടത്തുന്ന നീക്കങ്ങൾ അത് പൂർണ്ണമായും സർവകലാശാലകളുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. ആ നീക്കങ്ങളാകെ തങ്ങൾക്ക് തിരിച്ചടിയാകുന്നു എന്ന ഒരു ബോധ്യം അവർക്ക് വരാറായിട്ടുണ്ടോ? ആ സംഘത്തിന് വരാറായിട്ടുണ്ടോ? അല്ല, അവർക്ക് ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എൻ്റെ രാഷ്ട്രീയം പറയാം. നോക്കൂ, ഒരു രാഷ്ട്രീയം ഒരു മണ്ണിലേക്ക് ഉറപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അക്കാഡമിക് കണ്ടൻറ്റുകളെ തൊടുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തേക്കും നിങ്ങളുടെ രാഷ്ട്രീയ ആശയം എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലം പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ സ്ഥലം അല്ലെങ്കിൽ കോർപ്പറേഷൻ അതിൻ്റെ അധികാരം പിടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വ്യാപ്തി ഈ പറയുന്ന അധികാര കേന്ദ്രത്തിനുണ്ടെന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വൈസ് ചാൻസലറായിട്ട് ഇരിക്കുന്നു എന്ന് നമുക്കിന്ന് ഒരു പോയിന്റിൽ അങ്ങ് അസ്യൂം ചെയ്യാം. കാര്യം ഇവർക്ക് പലരും ഇരിക്കാൻ യോഗ്യരല്ല എന്നുള്ളൊരു സ്ഥിതി ഇതിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എങ്കിൽ പോലും അക്കാഡമിക് എക്സലൻസ് ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ അവരുടെ അല്ല ലാൽകുമാർ, അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ലാൽകുമാർ, അതിനെയും സമരരംഗത്ത് നിൽക്കുന്ന SFI പേരെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. കേരള സർവകലാശാല വൈസ് ചാൻസലറായി ഇരിക്കാൻ മോഹൻ കുന്നുമ്മലിൻ്റെ യോഗ്യത എന്ത് എന്നൊരു ചർച്ച SFI ചോദിക്കുന്നുണ്ട്. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. മറ്റൊരു സർവകലാശാലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറായി ഇരിക്കണമെങ്കിൽ യോഗ്യതയിൽ മാറ്റം. പക്ഷേ ചാൻസലർ ഒരു താൽക്കാലിക VC എന്ന നിലയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതുപോലെ സിസ തോമസ്. ഇത് രണ്ടുപേരുടെ കാര്യത്തിലും SFI ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ലാൽ, അല്ല, ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ ആ ക്വാളിഫിക്കേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ട്. നമുക്ക് ഇവർ ഈ പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഈ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇവർക്കുണ്ടോ, എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെയും വാദം. ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഒരു ഇൻ്റലക്ച്വൽ മൈൻഡുള്ള ആൾക്കാരാണല്ലോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ക്വാളിഫിക്കേഷനും ക്വാളിഫൈഡും രണ്ടാണ്. ഇപ്പം എനിക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഐ എം എ ക്വാളിഫൈഡ് മൈൻഡ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ആ പോസ്റ്റിൽ ഇരിക്കുമ്പം നോക്കൂ, ഗവർണറുടെ പാവയായിട്ടാണ് ഈ പറയുന്ന 2 പേരും ഈ 3 ദിവസം കൊണ്ട് പെരുമാറിയത്. ആ ലേഡിയാണെങ്കിൽ ഷി ഹാസ് സ്റ്റൂപ്പ് ഡൗൺ ടു ദ ലോവസ്റ്റ് ലെവൽ. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് തരം താഴാൻ പറ്റുക? വരുന്നു, ഓർഡർ ഇടുന്നു. നോക്കൂ, ഹൈക്കോടതിയിൽ ഒരു പെൻഡിങ് കാര്യം വരുന്നു. അതിന് സിൻഡിക്കേറ്റിലാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി രജിസ്ട്രാർ തിരിച്ചു വരുന്നു. ആ വരവ് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആരോടാണ് താല്പര്യം? നോക്കൂ, ഒരു വൈസ് ചാൻസലറുടെ ലക്ഷ്യം എന്താണ്? ഒരു വൈസ് ചാൻസലറുടെ ലക്ഷ്യം, രജിസ്ട്രാർ ലക്ഷ്യം, യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം വെൽഫെയർ ഓഫ് ദ അക്കാഡമിക് പീപ്പിൾസ് ആണ്, അല്ലേ? അതിനകത്തൊരു സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അക്കാഡമിക് സ്റ്റുഡൻസിൻ്റെ വെൽഫെയർ ആണ് അവിടുത്തെ ഏറ്റവും വലുതായിട്ട് നോക്കേണ്ടത്. അത് ഇൻ്റലക്ച്വൽ വെൽഫെയർ ആണ്. അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മാത്രമാണ് ആ ലേഡി നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് പിന്നെ ഇട്ടിട്ട് പോയത്. എനിക്കൊന്ന് പേരെടുത്ത് പറയുന്നതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. കേരളത്തിലെ ഇപ്പം നടക്കുന്ന ഒരു പ്രശ്നം, ഇദ്ദേഹം തിരിച്ചടിക്കുന്നു, അതടിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ മാധ്യമ മൈലേജ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഇതൊരു യുദ്ധമാക്കി മാറ്റി സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന SFI, DYFI എല്ലാം കൂടെ ഒരു ചേരിയിൽ നിൽക്കുകയും അപ്പുറത്ത് ഗവർണറും വൈസ് ചാൻസലറും കൂടെ നിൽക്കുന്ന ഒരു ചേരിയാക്കി മാറ്റി കലുഷിതമാക്കണം ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. അത് നടപ്പുള്ള കാര്യമല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അങ്ങനെയുള്ള ഇടപെടലിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഈഗോ കളിച്ച് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് വിളിച്ചിരുത്തി അവരുടെ രാഷ്ട്രീയം നടപ്പാക്കിയെടുക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറുമ്പം ഈ മണ്ണിൻ്റെ രാഷ്ട്രീയത്തെ അത് ബാധിക്കുമെന്നുള്ളതാണ്. ഈ മണ്ണിൻ്റെ മതനിരപേക്ഷതയെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അത് ഈ പറയുന്ന വ്യക്തമായ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഗവർണറാണ്. അതിന് നമുക്ക് പറയാനൊന്നും മടിക്കേണ്ട കാര്യമില്ല. ഗവർണർ നമ്മുടെ വീട്ടിൽ കയറി തലവെട്ടത്തൊന്നുമില്ല. ഗവർണറാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഒച്ച ഉയർത്തി നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായി നിങ്ങൾ പെരുമാറിയാൽ ജനാധിപത്യപരമായി തന്നെ സമരം ചെയ്ത് നേടിയതാണേ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം. അന്ന് ഈ നാട്ടിലെ ഇവരൊന്നും ഇല്ല. ഞാനുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, അന്ന് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവരുടെ ആൾക്കാരില്ലായിരുന്നേ. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുത്ത സ്ഥലമായത്.
അപ്പൊ ഈ പറയുന്ന മോശമായ ഇടപെടലിലേക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ് താൻ, അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്ക് തോന്നിയ വഴി ആൾക്കാരെ അതിനകത്ത് കയറ്റുക. ആ സിൻഡിക്കേറ്റ് മെമ്പർമാരെ പോലും അതിനകത്ത് കയറ്റുന്നതിൽ ഒരു വലിയ പ്രശ്നം നമ്മൾ ഒരിടയ്ക്കൊന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇദ്ദേഹത്തിനുള്ള താല്പര്യത്തിനനുസരിച്ച് കയറ്റുക, അത് നടപ്പുള്ള കാര്യമല്ല. ഇതിനകത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ആൾക്കാർ സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും അവർ ഇച്ചിരി കാര്യക്ഷമമായി ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഗവർണർ കളിക്കുന്ന കളി ഈ നാടിനെ നശിപ്പിക്കാനാണ്. അത് ഒരു രാഷ്ട്രീയ കക്ഷിയെ നശിപ്പിക്കുക മാത്രമല്ല, ഈ നാട് മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് അനുവദിച്ചുകൂടാ. ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ഇരിക്കുന്നത് സിൻഡിക്കേറ്റിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന രജിസ്ട്രാറാണ്. അദ്ദേഹം നിയന്ത്രിക്കപ്പെടുന്നത് സിൻഡിക്കേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഒരു ദിവസം രാവിലെ ഒരു ഇണ്ടാസ് ഇറക്കി വിട്ടിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതി സിസ തോമസ് ആണെങ്കിലും മോഹൻ കുന്നുമേലാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗവർണർ പറയുന്നത് അനുസരിച്ച് ചെയ്യാനല്ല അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി ഇരുത്തിയതാണ് ഗവർണറെ. എന്നാൽ നരേന്ദ്രമോദി പറയുന്ന അനുസരിച്ച് ചെയ്യാനല്ല ഗവർണർ അവിടെ ഇരിക്കുന്നത്. ഗവർണർ ഭരണഘടന വളരെ പ്രധാനപ്പെട്ട ഒരു ഇരുത്തി എന്നുള്ളതല്ല, എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനാണ്. അതായത് ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം. അതൊരു ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിന്റെ വിധേയത്വം അത് ഭരണഘടനയോടാകണം. അയച്ച കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ആ രാഷ്ട്രീയത്തോടുമൊക്കെയുള്ള കൂറ് പ്രകടിപ്പിക്കൽ വേദിയാക്കി അതിനെ മാറ്റരുത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്ഥാന നിയമസഭ പാസാക്കി നൽകിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ ഉത്തരവാദിത്വം. അത് ഭരണഘടനാപരമായ പദവിയല്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, സർവകലാശാല നിയമങ്ങളെ എങ്ങനെ മാനിക്കണം, അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം, ആ ഉത്തരവാദിത്വവും അദ്ദേഹം കാഴ്ചവെക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ തുടർന്നിങ്ങോട്ട് വരുന്ന ഇപ്പോൾ ഈ കളികളിലെ കഥാപാത്രങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സർവകലാശാല നിയമവും ചട്ടവും ബാധകമാണ്. അതിനപ്പുറത്തേക്ക് താല്പര്യങ്ങളുടെ ഭാഗമായി ഒരേ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ, രജിസ്ട്രാർക്ക് കോമ്പൗണ്ടിൽ കയറാൻ വിലക്ക്, അതുപോലെ തന്നെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുക, അവർ പോയി പണി നോക്കാൻ പറയുക, അവർ തടയാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ശ്രീ പൊടിപ്പാറ, അതിലേറ്റവും അവസാനം സംബന്ധിച്ച ഈ സർവകലാശാലയിലെ ഈ ഫയൽ നീക്കം വരെ തടസ്സപ്പെടുന്നു. മോഹൻ കുന്നുമ്മൽ തന്നെ ആ സർവകലാശാലയിൽ ഒരു താൽക്കാലിക VC-യാണ്. ആ താൽക്കാലിക VC തന്നെ നാട്ടിലില്ല, വിദേശത്ത് പോയി. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നൊരു കാര്യമുണ്ട്, വിദ്യാർത്ഥികളുടേതടക്കം അപേക്ഷകൾ നിരവധിയായി കുന്നുകൂടുന്ന സാഹചര്യം. മാസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സമരം എന്താണെന്ന് വെച്ചാൽ വൈസ് ചാൻസലറെ കണ്ടോ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നില കേരള സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സമീപകാലത്തെ ഒരു സാഹചര്യം താങ്കളോട് പറഞ്ഞു എന്ന് മാത്രം. ഈ പറഞ്ഞ ഈ ഫയൽ നീക്കത്തിൽ ഇന്ന് വൈകുന്നേരം ഉണ്ടായ സുപ്രധാനമായൊരു വാർത്തയായി നമ്മുടെ മുമ്പിൽ വന്നു. ഇപ്പോൾ രജിസ്ട്രാറായി കോടതിയിൽ ഹർജി കൊടുത്ത് അപ്പോഴത്തേക്ക് സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തതിനെ തുടർന്ന് കോടതിയുടെ അനുമതിയോടെ അവിടെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ ഹർജി പിൻവലിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന അനിൽകുമാർ ഈ ഫയലുകൾ നോക്കി തുടങ്ങി എന്നുള്ളതാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖ അതുപ്രകാരമുള്ള ഓൺലൈൻ ഫയൽ സിസ്റ്റം ഒക്കെ പുനഃസ്ഥാപിച്ചു. ഇങ്ങനെ പ്രവർത്തനം പോകുമ്പോൾ സിസ തോമസ് ബദലായിട്ട് ഒരു താൽക്കാലിക രജിസ്ട്രാറെ, അവർ തന്നെ ഒരു താൽക്കാലികമാണ്, മറ്റൊരു താൽക്കാലിക രജിസ്ട്രാറെ കൂടെ വെച്ചിരിക്കും. ഇതാണ് സർവകലാശാലയിൽ നടന്നു വരുന്നത്. മറുഭാഗത്ത് SFIയും DYFIയും ശക്തമായി സമരം ചെയ്യുന്നു. ആരിഫ് മുഹമ്മദ് ഖാനോടെന്ന പോലെ തന്നെ ആർലേക്കർക്കെതിരെയും അതിശക്തമായ ഒരു സമരമാണോ താങ്കൾ കാണുന്നത്? ഈ ആർലേക്കർ താൽക്കാലിക VC-മാരെ വെച്ചിട്ട് സർവകലാശാലകളിൽ കയറി കളിക്കുകയാണോ, സർക്കാരുമായി ഏറ്റുമുട്ടാൻ പരിശ്രമിക്കുകയാണോ? നേരത്തെ നമ്മളൊന്നും ഒട്ടും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് ഈ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോഴെങ്കിലും ഈ സർവകലാശാല ഒന്ന് ശരിയാവും, അവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇപ്പോ കൂടുതൽ വഷളാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് RSSന്റെ അജണ്ടകൾ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ അജണ്ടകളെക്കാൾ കൂടുതലായിട്ട് RSSന്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഈ ഗവർണറുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം കൃത്യമായി തന്നെ RSSന്റെ ശാഖകളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗോവ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോൾ ഒരു കോമ്പൻസേഷനായിട്ട് കൊടുത്തതാണ് ഈ ഗവർണർ സ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചില നേതാക്കളൊക്കെ ശശി തരൂരിനെ പോലുള്ളവർ ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ലെങ്കിലും ഈ RSSന്റെ പശ്ചാത്തലത്തിലൂടെ വരുന്ന പലരും ഈ ഉണ്ട ചോറിന് ആവശ്യത്തിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പൊ ആർലേക്കർ ആ രീതിയിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ട് പോകേണ്ടി വന്ന അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളം വിട്ടതെന്നും എന്തൊക്കെയായിരുന്നു ഇവിടെ അരങ്ങേറിയതെന്നും ഒക്കെ അറിയാത്ത ഒരാളല്ല ആർലേക്കർ. അങ്ങനെയുള്ള കേരളത്തിൽ വന്ന് വീണ്ടും അതിനേക്കാൾ കൂടിയ സ്വഭാവം കാണിച്ചാൽ അതിവിടെ ഓടാൻ പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചറിയുന്നില്ല. മാത്രമല്ല അതിനിടയിൽ സുപ്രീം കോടതി വിധി വന്നു. തമിഴ്നാട് സർക്കാരിന്റെ അപ്പീലിൽ
ഭരണഘടനാ വിധേയമായിട്ടാണ് ഗവർണർ ഭരിക്കേണ്ടത്. ഗവർണറുടെ വിധേയത്വം കേന്ദ്ര സർക്കാരിനോടോ രാഷ്ട്രപതിയോടോ അല്ല, ഇന്ത്യൻ ഭരണഘടനയോടും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയോടും സംസ്ഥാന നിയമസഭയോടും ആണ് എന്ന് അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി വിധിച്ചു. ഈ വിധിക്ക് ശേഷവും നേരം വെളുക്കാത്ത രീതിയിലാണ് ആർലേക്കറിനെ പോലുള്ളവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. പക്ഷേ ഈ ആർലേക്കർ വന്നപ്പോ ഒരു എന്താ പറയാ, നല്ല ഗുഡ് വിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. അത് ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ആർലേക്കർ ഇന്നതാണ് സാധനം, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ്, അദ്ദേഹത്തിന്റെ മുതുകിലെ വര എന്താന്നൊക്കെ അന്ന് UDF പറഞ്ഞതാണ്. ഒരുപാട് കൊണ്ടാടണ്ട, ഒരുപാട് അദ്ദേഹത്തെ അങ്ങ് എടുത്ത് എന്താ പറയാ ആനപ്പുറത്ത് ഏറ്റണ്ട എന്ന് പറഞ്ഞപ്പോ അതൊന്നും വകവെക്കാതെ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് വാഴ്ത്തിയോ, അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് സ്വീകരിച്ച് സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കുകയൊക്കെ ചെയ്തു. അല്ല, അങ്ങനെ പറയുമ്പോൾ ശ്രീ പൊടിപ്പാറ ഒരു സംശയം, അങ്ങനെ ഒരു ഭരണതലത്തിൽ ഒരു സർക്കാരും ഗവർണറും നല്ല സൗഹൃദത്തിൽ പോകണം. അതൊരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന്, ഭരണത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന്, വികസനത്തെ തടസ്സപ്പെടുത്താത്തതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിന് വിഘാതമായൊരു സമീപനം ഉണ്ടായപ്പോൾ അതിനോട് വിയോജിക്കാൻ ഏതെങ്കിലും ഒരു മടി, അങ്ങനെ ഗവർണറെ മാനിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പകരം വന്ന ആർലേക്കറെ മാനിച്ച സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു താല്പര്യക്കുറവ് കാട്ടിയിട്ടുണ്ടോ? എവിടെയാണോ ആർലേക്കർ വഴിതിരിഞ്ഞത്, ഡീവിയേറ്റ് ചെയ്തത്, അവിടെ വെച്ച് സർക്കാർ അതിനോട് വിയോജിച്ചില്ലേ? ഏതെങ്കിലും തരത്തിൽ അതിൽ അമാന്തം കാട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ആർലേക്കറെ ഇപ്പൊ കേരള ഹൗസിൽ കൊണ്ടുപോകുന്നു, മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയെ കൂടി ക്ഷണിച്ചു വരുത്തുന്നു, അവിടെ ചായ സൽക്കാരം നടത്തുന്നു, അതിൽ KV തോമസ് അടക്കം പങ്കെടുക്കുന്നു. അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള വളരെ കോർഡിയലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. കുറെ കാലം അങ്ങനെ ഉണ്ടെങ്കിലും നല്ലതല്ലേ? അതായത് നമ്മുടെ സംസ്ഥാനം ഒരു തരത്തിലും പൊളിറ്റിക്കലായി ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നില്ല, നേരെയാണെങ്കിൽ നേരെ പോകാം എന്ന് പറയുന്നൊരു മെസ്സേജ് ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നതല്ലേ? ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിനെ എന്താ പറയാ, അദ്ദേഹത്തെ അത് ചേർന്ന് നിന്നു, മുഖ്യമന്ത്രി അടക്കം. അദ്ദേഹവും ആ രീതിയിൽ തന്നെയാണ് തുടക്കത്തിൽ പെരുമാറിയതും. അദ്ദേഹം മറ്റേ പല കാര്യങ്ങളിലും സർക്കാരിനോട് ഒരു ഏറ്റുമുട്ടലിന്റെ നയമല്ല എന്റേത് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷെ എല്ലാത്തിനും പെട്ടെന്നായിരുന്നു. പിന്നീട് ഉണ്ടായ ടേണിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഭാരതാംബ വിവാദം ഉണ്ടാകുന്നു, കാവിക്കൊടി എന്തിയ, കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് മന്ത്രി പ്രസാദ് ആ ചടങ്ങ് ബഹിഷ്കരിച്ച് പോരുന്നു. അതിനുശേഷം ശിവൻകുട്ടി മിനിസ്റ്റർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇതേപോലെ തന്നെ സംഭവിക്കുന്നു, അവിടെയും ബഹിഷ്കരണം നടക്കുന്നു. ഇവിടുന്ന് വിട്ട് ഗവർണർ പിന്നെ സാക്ഷാൽ RSSകാരനായി മാറുകയാണ്. എങ്കിലും ഇനി കളി കണ്ടിട്ട് കാര്യം. പണ്ടാരോ ഏതോ ഒരു വിശ്വാസി മെത്രാൻസിന്റെ കൈമുത്താൻ പോയ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം 2-3-4 തവണ ഇത് ആവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല മെത്രാച്ചന്റെ അടുത്ത്. പിന്നീട് അദ്ദേഹം മുണ്ടൊക്കെ മടക്കി കുത്തി, എന്നാ പിന്നെ ഈ കുരിശൊന്ന് മുത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ കാര്യം. അദ്ദേഹം മുറിവേറ്റ പോലെയാണ് ഇപ്പോ. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഈഗോ വല്ലാതെ ഹർട്ടായിരിക്കുന്നു. എന്തും ഈ സർക്കാരിനോടൊന്ന് കളിച്ചിട്ട് തന്നെ ഉള്ളൂ എങ്കിൽ ആ RSSകാരന്റെ വീര്യത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. ഈ കളി എവിടെ ചെല്ലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. ഞാൻ പറഞ്ഞ ഈ സമരം പോലും ഇത്തിരി ഓവറായി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ കുറച്ചുകൂടി ജനാധിപത്യപരമാക്കി, ഒരു ആക്ഷേപം ഉണ്ടാകാത്ത രീതിയിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോലീസ് പക്ഷപാതപരമായിട്ട് നിലപാടെടുക്കുന്നു. 2 തരം സമീപനം. ഭരണപക്ഷ വിദ്യാർത്ഥി യൂണിയനോ ഭരണപക്ഷ യുവജന സംഘടനയോ സമരം ചെയ്താൽ പോലീസ് ഏതറ്റം വരെയും സംയമനം പാലിക്കും. അല്ല, ആ വ്യത്യാസം അറിയണമെങ്കിൽ ഗവർണർക്കെതിരെ ഇപ്പൊ KSU യൂത്ത് കോൺഗ്രസോ സമരം ചെയ്താലല്ലേ ഈ സമരത്തിൽ ഒരു പക്ഷപാതം ആരോപിക്കാൻ കഴിയും? അത് കണ്ടുനോക്കാൻ നമുക്കൊരു അവസരം അവർ തന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ച ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ SFIയും DYFIയും സമരം ചെയ്യുന്നത് ഗവർണർക്കെതിരെ, RSS വൽക്കരണത്തിനെതിരെ, ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണത്തിന് എതിരാണ്. ആ പോയിന്റിലേക്ക്, പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് നമുക്ക് പുറകെ വരാം. ഈ വിഷയത്തിൽ സമരം ചെയ്യുമ്പോൾ ഇതിൽ പക്ഷപാതം ആരോപിക്കണമെങ്കിൽ മറുകൂട്ടരും അവരും സമരം ചെയ്യണം ഇതേ വിഷയത്തിൽ. പക്ഷെ അവർ സമരം ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ സമരം ചെയ്താലല്ലേ DYFIക്ക് ഒരു നീതി, യൂത്ത് കോൺഗ്രസിനൊരു നീതി, SFIക്ക് ഒരു നീതി, KSUവിന് മറ്റൊരു നീതി എന്ന് പറയാനാകൂ. പക്ഷേ അവർ സമരം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് എൻ്റെ സംശയം മാത്രമാണത്. ഞാനത് അങ്ങനെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്കളുടെ കാഴ്ചപ്പാട് പറയുകയും ചെയ്തു. ഞാൻ അരുൺകുമാറിലേക്ക് വരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാണുന്നു, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അരുൺ അതുകൊണ്ട് ഫോണിലാണ് ഉള്ളത്, ദയവായി ക്ഷമിക്കുക അരുൺ. താങ്കളെ ഒന്ന് ലൈവിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി വരികയാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ.
ഇപ്പോൾ ശ്രീ പൊടിപ്പാറ സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞത് സമരം നല്ലതാണ്, സമരം വേണ്ടതാണ്, ജനാധിപത്യപരമായി തികഞ്ഞ RSSകാരനായി ആർലേക്കർ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സമരം അല്പം ഓവറാണോ, പക്ഷപാതം കേട്ടുന്നു വിചാരിക്കും, അതൊരു പോയിന്റ്. രണ്ടാമത്തെ പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർലേക്കർ വരുമ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ ശരിയാകും, അങ്ങനെ കുറേ പ്രതീതിയൊക്കെ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്നിട്ടും തികഞ്ഞ RSSകാരനായി ഇടയിൽ വെച്ച് മാറുന്ന ആർലേക്കറെ കണ്ടു. അപ്പോൾ അതിൽ ചാൻസലറായ ആർലേക്കർ, താൽക്കാലിക വി സിമാരായ കുന്നുമ്മൽ, സിസ തോമസ്, അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ, അതാ ഞാൻ പറയാൻ വന്നതാണ്, നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടും ആർലേക്കർ വന്നിട്ടും രാജ്ഭവൻ ഇത്തരം ആലോചനകളുടെ കേന്ദ്രമാകുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കൊപ്പം മറ്റു ചിലരും കൂടി അതിലുണ്ടാകില്ലേ? RSSൻ്റെ പ്രത്യയശാസ്ത്ര താല്പര്യം, അതുപോലെ തന്നെ പല തവണ ചർച്ചയിൽ ഉയർന്നുവന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലെയുള്ള ആൾക്കൂട്ടം, ഇങ്ങനെ ഒരു സംഘം ഇപ്പോഴും സജീവമാണ് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അരുൺകുമാർ. തീർച്ചയായും കൃത്യമായി RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഗവർണർമാർ കേരളത്തിലേക്ക് വരുന്നതും നിയമസഭ പാസാക്കിയ നിയമം അതിന്റെ അധികാരത്തിൽ ചാൻസലറായിട്ടുള്ള ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നതും. നമുക്കറിയാം, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നല്ലോ. ഈ ലോകത്തുള്ള 81 രാജ്യങ്ങളിലെ കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ലോക ഭൂപടം എടുത്ത് നോക്കിയാൽ 185 രാജ്യങ്ങളെയല്ലേ നമുക്ക് കാണാൻ കഴിയുക. അതിൽ 81 രാജ്യങ്ങളിലെ കുട്ടികൾ 2620 കുട്ടികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 980 കുട്ടികളാണ് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, 54 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ. അതുപോലെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 1789 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 60ഓളം ലോകരാജ്യങ്ങളിലെ കുട്ടികൾ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇപ്പൊ അമേരിക്ക, അതുപോലെ തന്നെ ചൈന, ഫ്രാൻസ്, ബ്രിട്ടനിൽ നിന്നുള്ള കുട്ടികളെല്ലാമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് കേരള യൂണിവേഴ്സിറ്റി മാറി, അത് മറ്റ് യൂണിവേഴ്സിറ്റികളും മാറി. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി ചാൻസലർ കൃത്യമായിട്ടുള്ള RSS അജണ്ട നടപ്പാക്കുന്നത് നാം കാണുകയാണ്. ഇപ്പൊ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടും സർവകലാശാല നിയമങ്ങളുമല്ലേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഞാൻ അരുണിലേക്ക്, അരുൺ ഈ ഒരു സമയം കൊണ്ട്, ഞാനിത് പരാമർശിക്കുന്ന ഒരു സമയം കൊണ്ട് താങ്കൾക്ക് ലൈവിലേക്ക് വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സൂം ലൈവിലൊന്ന് വരുന്നതിനുള്ള സംവിധാനം ഇണക്കിയിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട താങ്കൾ തന്നെ വിശദീകരിക്കേണ്ടതായ ഒരു ഭാഗം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം കൂടി പങ്കുവെക്കാം. താങ്കൾ ഈ പറഞ്ഞ സർവകലാശാല നിയമം, ചട്ടം, അതല്ലേ ബാധ, ഇത് തന്നെയാണ് ഞാനും ആദ്യം മുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വിഘാതമാകുന്ന തരത്തിലാണോ ഇപ്പോൾ ഈ VCയുടെ ഉത്തരവാദിത്വം കൈയാളുന്ന സിസ തോമസിൻ്റെയും നടപടികൾ എന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. പുതിയ വാർത്ത വന്നിരിക്കുന്നത്, രജിസ്ട്രാർ KS അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം. സിസ തോമസ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ്. KS അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ, രജിസ്ട്രാറാണ് അദ്ദേഹം, തീർപ്പാക്കുന്ന ഫയലുകൾ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ. രണ്ടാമത്തത്, രജിസ്ട്രാർ മുഖേന വരുന്ന ഫയലുകൾ VCക്ക് അയക്കേണ്ട എന്ന് വൈസ് ചാൻസലർ സർവകലാശാലയെ അറിയിക്കുന്നു. എന്തൊരവസ്ഥയാണെന്നുള്ള ആലോചിച്ച് നോക്കൂ. രജിസ്ട്രാർ എന്നുള്ളത് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം തീർപ്പാക്കുന്ന, അദ്ദേഹം മുഖേന വരുന്ന ഫയലുകൾ VCക്ക് അയക്കേണ്ട എന്ന് VC പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് ഒരു സർവകലാശാലയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത് എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേണ്ടതുണ്ടോ? അത്യാവശ്യ ഫയലുകൾ VCക്ക് നേരിട്ട് അയക്കാൻ ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് വീണ്ടും നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അതായത് അത്യാവശ്യ ഫയലുകൾ ജോയിൻറ്റ് രജിസ്ട്രാർമാരോട് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് അയച്ചോളാൻ. രജിസ്ട്രാർക്കാണ്, ജോയിൻറ്റ് രജിസ്ട്രാർമാർ ആർക്കാണ് അയക്കുക? രജിസ്ട്രാറിലാണ് വരേണ്ടത്. രജിസ്ട്രാറിലൂടെയാണ് വൈസ് ചാൻസലറിലേക്ക് പോകേണ്ടത്. അവിടെയാണ് സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനവും ഇടപെടലും അതിൻ്റെ ശേഷിയും ഉത്തരവാദിത്വവും നിയമപരമായ അവകാശവും അധികാരവും ഒക്കെ ഉള്ളത്. ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഉത്തരവിടുന്ന അവസ്ഥയാണ്. അരുൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അരുൺകുമാർ കേട്ടല്ലോ പുതിയ ഇടപെടൽ രീതി. നിയമനമോ മറ്റേതെങ്കിലും നടപടി സ്വീകരിക്കാനോ ചാൻസലർക്ക് അധികാരമില്ല. അതുപോലെ വൈസ് ചാൻസലർക്കും അധികാരമില്ല. രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിയമനവും അതുപോലെ തന്നെ അച്ചടക്ക നടപടിയും മറ്റു നടപടിക്രമങ്ങൾക്കുമെല്ലാം കൃത്യമായി സിൻഡിക്കേറ്റിനാണ് അധികാരം. ആരാണോ നിയമന അതോറിറ്റി, ആ നിയമന അതോറിറ്റിക്ക് മാത്രമേ അച്ചടക്ക നടപടിയും എടുക്കാൻ കഴിയൂ. അപ്പോ ഒരു കാരണവശാലും വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറിന്റെ കാര്യത്തിൽ നിയമനമോ അതുപോലെ അച്ചടക്ക നടപടിക്കോ അധികാരമില്ല. രണ്ട് സിൻഡിക്കേറ്റിന്റെ ഇട വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും നയപരമല്ലാത്ത കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ
വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട്. അങ്ങനെ വൈസ് ചാൻസലർക്ക് അധികാരം ഉള്ളപ്പോഴും ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ മുതൽ താഴേക്കുള്ളവരുടെ കാര്യത്തിലാണ് ഏതെങ്കിലും കൃത്യമായിട്ടുള്ള വിവരമോ തെളിവോ ഉണ്ടെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അധികാരം. അസിസ്റ്റന്റ് രജിസ്ട്രാറിന് മുകളിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, രജിസ്ട്രാർ എന്നിവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കാനും VC-ക്ക് അധികാരമില്ല. പിന്നെ ഇവരെടുക്കുന്ന അച്ചടക്ക നടപടികൾ കൃത്യമായി അടുത്ത സിൻഡിക്കേറ്റ് യോഗം വരുമ്പോൾ പ്ലേസ് ചെയ്ത് അതിന് അംഗീകാരം മേടിക്കണം സിൻഡിക്കേറ്റിന്റെ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം പെട്ടെന്ന് വിളിക്കാൻ കാരണം അത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കാനാണ്. അപ്പൊ അവിടെ താൽക്കാലിക VC സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു, അധ്യക്ഷത വഹിച്ചു തുടങ്ങി. അവിടെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി എടുത്തത് പ്ലേസ് ചെയ്തു. ആ പ്ലേസ് ചെയ്തോടുകൂടി ആ നടപടിക്രമം അവിടെ അവസാനിച്ചു. അതായത് പിന്നീടല്ല പൂർണ്ണമായിട്ടുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. ഈ എടുത്ത നടപടിക്രമം നിലനിൽക്കുമോ ഇല്ലയോ, വിഡ്രോ ചെയ്യണോ, പിൻവലിക്കണോ, തുടർന്ന് പോകണമോ എന്നുള്ള എല്ലാ പവറും സിൻഡിക്കേറ്റിലാണ്. ഇടയ്ക്ക് വെച്ച് വൈസ് ചാൻസലർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടോ മറ്റ് ആൾ അധ്യക്ഷനായിട്ട് വന്നതുകൊണ്ടോ ഒന്നും അവിടുത്തെ ആ യോഗത്തിന്റെ ഒരു നിയമസാധുതയെ ബാധിക്കുന്നില്ല. കൃത്യമായി യോഗം തുടർന്നു. പ്രോ വൈസ് ചാൻസലർ അധ്യക്ഷനായി ഈ അജണ്ട പരിശോധിച്ചു. അജണ്ട പരിശോധിച്ചപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആക്ടിന്റെ സെക്ഷൻ 10, 13, 10, 14 അനുസരിച്ച് ഒരു കാരണവശാലും നടപടി സ്വീകരിക്കാൻ VC-ക്ക്, രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ VC-ക്ക് കഴിവില്ല, അതിനുള്ള അധികാരമില്ലെന്ന് ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ ചാപ്റ്റർ 3 സെക്ഷൻ 7 ക്ലോസ് 4 അനുസരിച്ച് ഒരു ചാൻസലർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് അതോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റിക്കെതിരെ മാത്രമാണ്. അതോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഫാക്കൽറ്റീസ്, ബോർഡ് ഓഫ് സ്റ്റഡീസ്, സ്റ്റുഡൻസ് കൗൺസിൽ, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റി, അവയ്ക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ കഴിയുക. ഇവിടെ ശരിക്കും ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ് ഈ സെക്ഷനിൽ തന്നെ തുടർന്ന് വരുന്നത്. ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി, വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, ഫിനാൻസ് ഓഫീസർ. ഈ ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റിക്കെതിരെ നടപടി എടുക്കാൻ വൈസ് ചാൻസലർക്ക് ഒരു അധികാരവും ഈ നിയമം കൊടുക്കുന്നില്ല. ആകെ കൊടുക്കുന്നത് അതോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റിക്കാണ്. അത് സെനറ്റും സിൻഡിക്കേറ്റുമാണ്. അപ്പൊ ഒരു തരത്തിലും അധികാരമില്ല എന്ന് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് നോക്കിയാൽ, നിയമം നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ ഈ നിയമത്തിന്റെ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1977 ചാപ്റ്റർ 2 സ്റ്റാറ്റ്യൂട്ട് 22 പ്രകാരം ആരാണോ അപ്പോയിന്റിംഗ് അതോറിറ്റി, ആ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരമുള്ളൂ. ടെർമിനേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം അധികാരമുള്ളൂ. അപ്പോൾ ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിച്ചു എന്ന് സിൻഡിക്കേറ്റിന് ബോധ്യമായാൽ ആ വലിയ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റിന്റെ കടമ. ആ കടമയാണ് സിൻഡിക്കേറ്റ് നിർവഹിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൈക്കോടതിയിൽ ഒരു കേസ് രജിസ്ട്രാർ കൊടുക്കുന്നു. അത് ആദ്യത്തെ ദിവസം സ്റ്റേ കൊടുക്കുന്നില്ല. ഹിയർ ദി അതർ സൈഡ്, മറുഭാഗോടെ കേൾക്കട്ടെ എന്ന് പറയുന്നു. മറുഭാഗം കേൾക്കാൻ പിറ്റേ ദിവസത്തേക്ക് വയ്ക്കുന്നു. പിറ്റേ ദിവസത്തേക്കാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കാനായിട്ട് സിൻഡിക്കേറ്റ് കൂടുന്നത്. ഇതുപോലൊരു അധികാരമില്ലാത്ത കാര്യമാണ് VC ചെയ്തത് എന്ന് ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തും. അത് കണ്ടെത്തിയാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കിട്ടുമെന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അധികാരമില്ലാത്ത ഈ നടപടിക്രമങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട്, സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ട് സിൻഡിക്കേറ്റ് തന്നെ അത് തിരുത്തുന്ന സാഹചര്യമാണ് കണ്ടത്. അങ്ങനെ തിരുത്തുമ്പോൾ എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സാധുതയും അതിനുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു തരത്തിലും അധികാരമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ തെറ്റുകൾ ആവർത്തിച്ച് ആ രജിസ്ട്രാർക്ക് ഫയൽ കൊടുക്കരുത്, രജിസ്ട്രാർ പ്രവേശിക്കരുത്, സീറ്റിൽ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കൃത്യമായി സർവകലാശാല നിയമത്തെയും സ്റ്റാറ്റ്യൂട്ടിനെയും വെല്ലുവിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണ കത്തോ എക്സ്പ്ലനേഷനോ മറുപടി സ്വീകരിക്കുകയോ അത്തരത്തിൽ ഒരു നാച്ചുറൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ഈ രജിസ്ട്രാറോട് ചോദിക്കുകയും ഉണ്ടായിട്ടില്ല. ഒരധികാരമില്ലെങ്കിൽ പോലും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്നായി തിളങ്ങി നിൽക്കുന്ന കേരള സർവകലാശാലയെ തകർക്കണം. അതുപോലെ കേരളത്തിലെ 14 സർവകലാശാലയും തകർക്കണം. വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടങ്ങളെ തകർക്കണം. അങ്ങനെ തകർത്ത് ഇപ്പൊ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യം നമുക്കറിയാം. നിരവധി ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രബന്ധം സമയത്ത് വയ്ക്കാൻ കഴിയുന്നില്ല, ഓപ്പൺ ഡിഫൻസ് എടുക്കാൻ കഴിയുന്നില്ല, പ്രീ സബ്മിഷൻ, ഓപ്പൺ ഡിഫൻസ് പാനൽ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് VC ഒപ്പിടേണ്ട നിരവധി ഫയലുണ്ട്. ഓരോ മാസവും 200 മുതൽ 300 വരെ PhD അവാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇപ്പോൾ 10 PhD പോലും അവാർഡ് ചെയ്യുന്ന സാഹചര്യമില്ല. കാര്യവട്ടം ക്യാമ്പസിലെ അധ്യാപകരുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഫയലുകൾ പെൻഡിംഗ് ആണ്. സർവകലാശാലയുടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഫയല് പെൻഡിംഗ് ആണ്. അതുപോലെ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടിട്ടില്ല. അതുപോലെ അധ്യാപകരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ കളർ വ്യക്തമാക്കി ഉള്ള രാഷ്ട്രീയം വിട്ട് ഞങ്ങളോടൊപ്പം കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. പ്ലാൻ ഫണ്ടുകൾ ലാപ്സ് ആവുകയാണ്. വിദ്യാർത്ഥികൾ ഗൈഡുകളില്ലാതെ നട്ടോട്ട് പോകുന്നത്. അങ്ങനെ 10,000-ഓളം ഫയലാണ്
ഈ കുന്നുമേൽ മോഹനന്റെ ബെഞ്ചിൽ അദ്ദേഹത്തിന്റെ മേശയിൽ പെൻഡിങ് നിൽക്കുന്നത്. അത്തരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടാണ് അതിശക്തമായിട്ടുള്ള സമരം ഞാൻ ഇപ്പോൾ ഉയരുന്നത്. അരുൺകുമാർ, ഇത് ഞാൻ തുടക്കത്തിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ പ്രേക്ഷകരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ, ഈ സമരം ചർച്ച ചെയ്യുമ്പോൾ തന്നെ, എന്താണ് ഈ സർവകലാശാലകളുടെ അവസ്ഥ, സർവകലാശാലകളെ നയിക്കുന്ന അതിൻ്റെ നിയമവും ചട്ടവും എങ്ങനെ കാറ്റിൽ പറത്തുന്നു, അത് ബാധകമല്ലാത്ത വിധം എങ്ങനെ പെരുമാറുന്നു, അതെങ്ങനെയൊക്കെയാണ് എന്നാണ് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുൺകുമാർ ഓരോരോ അനുഭവങ്ങളും ഉദാഹരണങ്ങളും സഹിതം വിശദീകരിച്ചത്. അതിൽ പരം ഒന്നും പറയാനില്ല. അത്ര വ്യക്തമായി, അത്ര നഗ്നമായ സർവകലാശാല നിയമമൊക്കെ ചവിട്ടി മെതിച്ച് ഇപ്പോൾ ഇങ്ങനെ ചാൻസലറുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നു എന്ന അവസ്ഥയിൽ കേരള സർവകലാശാല നിൽക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമായ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല, ഏറ്റവും മികവോടെ നാക് അക്രഡിറ്റേഷനിൽ നിൽക്കുന്ന കേരള സർവകലാശാല. അതിനെ ഒന്നും ചലഞ്ച് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല, ഈ പറയുന്നവർക്ക് പോലും. ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ ആർലേക്കർ. ഇവിടെ അരുണിനോട് എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ലാലിലേക്ക് വരുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്, ഇത്ര കുഴപ്പം പിടിച്ചൊരവസ്ഥയാണ്, സംശയമൊന്നുമില്ല. എന്താണൊരു പോംവഴി? നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും? രജിസ്ട്രാർ ഒരു ഹർജി കൊടുത്തു, ആ ഹർജി അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹത്തിനെ അന്യായമായി സസ്പെൻഡ് ചെയ്തു, അത് റദ്ദ് ചെയ്യണം എന്നോ മറ്റോ ആയിരിക്കണം ആ ഹർജി. സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തു, അത് നിയമപരമാണ്, കോടതിയും അത് കേട്ടു. ശരി, നിങ്ങൾ നിങ്ങളുടെ ഹർജി പിൻവലിച്ചോളൂ എന്ന അനുമതി കോടതി കൊടുക്കുന്നു. അവിടെയും സിസയുടെ സ്വകാര്യ അഭിഭാഷകൻ അതിനെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയും കോടതി എതിർത്തു. കോടതി പറഞ്ഞു, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അടുത്ത റെമഡി എന്ന് വെച്ചാൽ അത് ആലോചിച്ചോളൂ, ഇതിൽ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ എതിർത്തു. എന്ന് വെച്ചാൽ കോടതിയുടെ കൂടി അനുമതിയോടെയാണ് രജിസ്ട്രാർക്ക് ആ സിൻഡിക്കേറ്റ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിക്കാനായത്. എന്നിട്ടും അവർ ചെയ്യുന്നത് എന്താണ്? ഈ രാത്രിയിലും പുതിയ വാർത്ത അതിൽ വരികയാണ്. അരുൺ, ഒരു കാര്യം, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായ സാധ്യത എന്താണ് ഇതിന്, ഈ ഒരു അവസ്ഥ അവസാനിപ്പിക്കാൻ, ഒഴിവാക്കാൻ? അരുൺകുമാർ. പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നത്, എന്തുകൊണ്ടാണ് റിട്ട് പെറ്റീഷൻ പിൻവലിച്ച് ഈ രജിസ്ട്രാർ പോയത്? ആ റിട്ട് പെറ്റീഷൻ പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ കോടതിയിൽ നിന്ന് തന്നെ വലിയ അനുകൂലമായിട്ടുള്ള വിധി കിട്ടുമായിരുന്നല്ലോ. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഉത്തരവ് കിട്ടുമായിരുന്നല്ലോ എന്നതാണ്. ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ്. അദ്ദേഹം ഒരു സ്ഥാനത്ത് അലങ്കരിച്ച് മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മൗലിക അവകാശം നിഷേധിച്ചു. അതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. പക്ഷെ ഹൈക്കോടതിയിൽ വാദമധ്യേ തന്നെ കൃത്യമായി ബോധിപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിനെതിരായിട്ടുള്ള സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നും. അതുകൊണ്ട് നിലവിൽ സസ്പെൻഷൻ ഇല്ല എന്ന് വരുമ്പോൾ അദ്ദേഹം ചലഞ്ച് ചെയ്ത കുറ്റാരോപിതമായിട്ടുള്ള ഉത്തരവില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടത് പുനഃസ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് റിട്ട് പെറ്റീഷൻ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ബോധ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം റിട്ട് പെറ്റീഷൻ പിൻവലിച്ചത്. ഇപ്പോൾ കൃത്യമായി അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് നിയമപരമായി പിൻവലിച്ച സ്ഥിതിക്ക് റിട്ട് പെറ്റീഷൻ നിലനിൽക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് പിന്നീടും അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഇടപെടുന്നു, ഫയലുകൾ കൊടുക്കുന്നില്ല, സീറ്റിൽ വരാൻ പാടില്ലെന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിയമിക്കുന്നു. ഇതൊന്നും VC-ക്ക് അധികാരമില്ലാത്ത കാര്യമാണ്. അപ്പൊ അധികാരമില്ലാത്ത കാര്യം VC-യും ചാൻസലറും നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവും നിയമ പോരാട്ടവുമാണ് വഴി. അതിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ് നാം കാണുന്നത്. അതായത് ഈ രജിസ്ട്രാർക്ക് തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ഒരു ലീഗൽ ഓപ്ഷൻ എന്നാണോ? അതെ, ഈ കോടതിയിലെ കേസ് പിൻവലിക്കുമ്പോൾ അവസാനമായി പറഞ്ഞത് ലീഗൽ അതോറിറ്റിയെ അപ്രോച്ച് ചെയ്യാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ആ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ആണ്. ഇതിൽ ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, നിയമപ്രകാരം ഇതിലെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി, ഏറ്റവും ഉന്നത സമിതി അതോറിറ്റി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ആണ്. അദ്ദേഹത്തിന് സിൻഡിക്കേറ്റിന്റെ മുന്നിൽ ഈ വിഷയങ്ങൾ പ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ അസാധാരണമായ സാഹചര്യം വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലേക്ക് വൈസ് ചാൻസലർ തന്നെ, അല്ലെങ്കിൽ ആ ചുമതല വഹിക്കുന്നത് ആരോ, അവർ സർവകലാശാലയെ തള്ളിവിടുന്നു. ഇടപെടേണ്ടത്, അടിയന്തരമായി വീണ്ടും യോഗം ചേരേണ്ടത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് അടിയന്തരമായി യോഗം ചേർന്ന് രജിസ്ട്രാർക്കുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം, ഭരണസ്തംഭനം, ഇത് സിൻഡിക്കേറ്റ് അടിയന്തരമായി പരിശോധിക്കുന്നതാണ് ഹൈക്കോടതി പറഞ്ഞതുപ്രകാരമുള്ള ലീഗൽ ഫോറം. അതാണ് സിൻഡിക്കേറ്റ് ഇനി അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണോ? അതെ. സെക്ഷൻ 12 യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തർക്കമുണ്ടെങ്കിലും യു ക്യാൻ റൈസ് ദിസ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ താല്പര്യപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ വന്നാൽ എന്തു ചെയ്യും? ഇപ്പോ അദ്ദേഹത്തിന് സിൻഡിക്കേറ്റിന് മുമ്പിൽ ഈ വിഷയങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂരിഭാഷം വരുന്ന സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് സിൻഡിക്കേറ്റ് വിളിക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടെന്ന് രജിസ്ട്രാർ കൃത്യമായിട്ട് VC-യെ ബോധ്യപ്പെടുത്താം. അങ്ങനെ വന്നാൽ VC-ക്ക് വിളിച്ചേ പറ്റൂ. ഇല്ല, ബോധ്യപ്പെടില്ലല്ലോ. ആ ഓപ്ഷനിൽ നിൽക്കാം നമുക്ക്. ബോധ്യപ്പെടില്ല, കാരണം അവരുടെ ബോധ്യവും യുക്തിയും നിയമവും ചട്ടവും ഒക്കെ
വേറൊരിടത്തിരിക്കുകയാണല്ലോ, അവിടെ നിന്ന് പറയുന്ന അനുസരിച്ചാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നിരോധന ഉത്തരവ് സിൻഡിക്കേറ്റ് പുറപ്പെടുവിക്കാത്തിടത്തോളം കാലം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് രജിസ്ട്രാർ എന്ന രൂപത്തിൽ ഫംഗ്ഷനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. അരുൺ, അത് മനസ്സിലായി. ഞാൻ ചോദിച്ചതല്ല, സിൻഡിക്കേറ്റ് യോഗം എങ്ങനെ വിളിക്കും? സിൻഡിക്കേറ്റ് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒപ്പിട്ട് യോഗം വിളിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ VC-ക്ക് കഴിയില്ല, വൈസ് ചാൻസലർക്ക് കഴിയില്ല. അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചാലും സിൻഡിക്കേറ്റിന് ഐക്യകണ്ഠേന തീരുമാനമെടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് ഇനി ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെ അതിനെ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ. ഈ രാത്രി പോലും എത്ര വിചിത്രമായിട്ടാണ് സിസ തോമസ് പെരുമാറുന്നത്. അങ്ങനെ സിൻഡിക്കേറ്റിൻ്റെ ആവശ്യം, ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിന് യോഗം വിളിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഹൈക്കോടതിയെ സമീപിക്കലാണോ, അതോ അവർക്ക് യോഗം ചേരാൻ പറ്റുമോ? രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും വിധത്തിൽ അവർക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയുമോ, അതോ ഹൈക്കോടതിയെ സമീപിക്കണോ? അപ്പൊ അത് രണ്ട് കാര്യമാണ്. ഇപ്പൊ നിശ്ചിത എണ്ണം സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒപ്പിട്ട് അടിയന്തര സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനായി യോഗം ചേരണം എന്ന് ആവശ്യപ്പെടാം VC-യോട്. അങ്ങനെ VC-യോട് ആവശ്യപ്പെട്ടിട്ട് VC വിളിക്കുന്നില്ല എങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. കാരണം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിനുള്ള എല്ലാ അധികാരമുണ്ട്, കോടതിയെ സമീപിക്കാം. ഏതായാലും ഭരണസ്തംഭനം ഉണ്ടാക്കുവാനും നിയമപരമായി പ്രവർത്തിക്കേണ്ട വൈസ് ചാൻസലർ രജിസ്ട്രാറെ കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിപ്പിക്കാതിരിക്കാനും, കാരണം സസ്പെൻഷൻ എല്ലാം ഇപ്പോൾ വിഡ്രോ ചെയ്ത് പോയി, സിൻഡിക്കേറ്റ് ആണ് അതിൽ പവർഫുൾ. ആ ഒരു സാഹചര്യത്തിൽ ഭരണസ്തംഭം ഉണ്ടാക്കാനുള്ള ശ്രമം എത്ര നടത്തിയാലും അടിയന്തരമായി സിൻഡിക്കേറ്റ് ആണ് പവർഫുൾ. സിൻഡിക്കേറ്റിന് ഇടപെടാം, അടിയന്തര യോഗം വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങാം. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇതിൽ കേരള സർവകലാശാലയിലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ പിരിച്ചുവിട്ട ഘട്ടത്തിൽ അതിനെതിരായി ഹൈക്കോടതിയിലേക്ക് കേസ് പോവുകയും അതിൽ അന്ന് അതൊന്ന് ക്വിക്കായിട്ട് അരുണിനത് പറയാൻ കഴിയുമോ? അന്ന് അങ്ങനെ ഒരു മൂവ് നടത്തിയതിലും അന്നത്തെ ചാൻസലർക്ക് പിഴച്ചില്ലേ കോടതിയുടെ കണ്ടെത്തൽ? അത് രണ്ട് കേസുകളുണ്ട്. ഇപ്പൊ പണ്ട് ഇതേപോലെ തന്നെ 2012 VC ഇറങ്ങിപ്പോയി ചേംബറിൽ ഇരുന്നു. ആ സമയത്ത് വൈസ് ചാൻസലർ അധ്യക്ഷം വഹിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിൻഡിക്കേറ്റ് മെമ്പറെ താൽക്കാലിക അധ്യക്ഷനാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. 400ഓളം ഫയലുകൾ സിൻഡിക്കേറ്റ് തീർപ്പ് കൽപ്പിച്ച ഒരു സാഹചര്യം ഇതിനു മുമ്പ് 2012 ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസ് വന്നപ്പോൾ ജസ്റ്റിസ് അനു ശിവരാമന്റെ വിധിന്യായമുണ്ട്. ഒരിക്കലും സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ VC-ക്ക് ഓവർലുക്ക് ചെയ്യാൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന വിധിന്യായവും നമ്മുടെ മുന്നിലുണ്ട്. അതൊരു പ്രസിഡന്റ് തന്നെയാണ്. സമകാലീന വിധികളെല്ലാം പരിശോധിക്കുമ്പോൾ അതുപോലെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരവും സിൻഡിക്കേറ്റ് തന്നെയാണ് പവർഫുൾ, അതിൽ താഴെയാണ് VC. സിൻഡിക്കേറ്റിനെ പിരിച്ചുവിട്ട ഒരു ചരിത്രം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തുണ്ടായിരുന്നല്ലോ. അതിലും കോടതി ഇടപെട്ടു. അതിനുള്ള അധികാരമില്ല, ഒരു കാരണവശാലും അതിനുള്ള അധികാരമില്ല. ഇപ്പൊ പിരിച്ചുവിടുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നു, അത് അടിയന്തര സാഹചര്യം വന്നാൽ അതിന് നിയമപരമായിട്ടുള്ള പിൻബലം വേണം. എന്താണ് അടിയന്തര സാഹചര്യം അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അല്ലാതെ RSS ഓഫീസിൽ നിന്ന് ഒരു കത്ത് കിട്ടിയാൽ, ഫോൺ കോൾ വന്നാൽ കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റുകളെ പിരിച്ചുവിടാം എന്ന രൂപത്തിലേക്ക് മാറിയ ജുഡീഷ്യൽ റിവ്യൂവിന് ഇതെല്ലാം വിധേയമാണ്, ജനങ്ങളുടെ റിവ്യൂവിന് അതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏതൊക്കെ ഘട്ടത്തിൽ ചാൻസലറും അല്ലെങ്കിൽ ചാൻസലർക്ക് വേണ്ടി ഈ താൽക്കാലിക VC-മാരും ഒക്കെ കളിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം കോടതിയിൽ പോയി ചോദ്യം ചെയ്തപ്പോഴെല്ലാം തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെനറ്റിലേക്ക് സർവകലാശാല ചട്ടപ്രകാരം സർവകലാശാലയാണ് പട്ടിക ചാൻസലർക്ക് കൊടുക്കേണ്ടത്. ആ പട്ടികയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എന്താണ്? കേരള സർവകലാശാലയിലടക്കം ആ പട്ടിക അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തോന്നലോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ സോക്കോൾഡ് രാജ്ഭവൻ കേന്ദ്രീകരിച്ചുള്ള ആ സംഘത്തിൻ്റെ താല്പര്യാർത്ഥമോ ഒക്കെ എവിടെ നിന്നോ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ആലോചനയിലൂടെ ഈ പേരുകൾ വന്നത് എന്നതുപോലുമില്ല. അതിലാണ് വളരെ വിചിത്രമായി കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ സമാന രീതിയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ സംഘ് പരിവാർ മാധ്യമപ്രവർത്തകരും ഒക്കെ അതിനകത്ത് ഇടം പിടിച്ചത്. പക്ഷേ അങ്ങനെ പെരുമാറാനും അങ്ങനെ തീരുമാനമെടുക്കാൻ ചാൻസലർക്ക് കഴിയില്ല. സർവകലാശാല കൊടുത്ത പേരുകളെ തമസ്കരിച്ചുകൊണ്ടാണ് അങ്ങനെ ഏകപക്ഷീയമായി പെരുമാറി. ഇതൊന്നും നിയമപരമായി നിൽക്കാത്ത കാര്യങ്ങളാണ്. അല്ലാതെ ഇതിലൊരു കാര്യം വ്യക്തമാണ്, ഇതൊന്നും നിയമപരമായി നിൽക്കാത്തതാണ്. അതൊക്കെ കോടതിയിൽ പോയി തെളിയിച്ചോട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിച്ചു വരട്ടെ എന്ന ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും ഇത് നിയമം തെറ്റിച്ചാണ് പലതും ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടെ തന്നെയല്ലേ ഈ കൂട്ടർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ലാൽ അതേക്കുറിച്ച് എന്ത് പറയും? ലീഗലി ആ ആസ്പെക്റ്റിനെ കുറിച്ച് ഒന്ന് സ്പർശിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തെ കൂടി, ഇപ്പോൾ ശ്രീ പൊടിപ്പാറ പറഞ്ഞത് സമരം ഓവറാണ് എന്നാണ്. സമരം ഓവറാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. കാരണം സർക്കാർ
ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് SFIയും DYFIയും ഇങ്ങനെ സമരം ചെയ്യേണ്ടതുണ്ടോ? സമരം ചെയ്ത് ബാരിക്കേഡ് ഭേദിച്ച് ഇപ്പുറത്ത് വരിക, അത് പക്ഷപാതമാണ്, പോലീസിൻ്റെ സഹായത്തോടെയാണ് എന്ന് കരുതുന്ന രീതി ഉള്ള ഒരു സമീപനത്തിൻ്റെ, നിരീക്ഷണത്തിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൽ കണ്ടത്. പക്ഷേ വളരെ ശക്തമായി തന്നെ നെസഫയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ ബാരിക്കേഡിന് മുകളിൽ നിന്ന് VD സതീശൻ്റെ പഴയകാലത്തെ ഒരു ചിത്രമെടുത്ത് RSS ഭാരതാംബയ്ക്ക് മുമ്പിൽ നിലവിളക്ക് കൊളുത്തുന്നു. ഹെഡ്ഗേവാറിൻ്റെ ചിത്രവും തൊട്ടപ്പുറത്തിരിക്കുന്ന ആ വേദിയിൽ വെച്ച് നിലവിളക്ക് കൊളുത്തുന്നു. അത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വൈറൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കേരളം കണ്ടത്. ഗവർണറെ പറഞ്ഞാൽ പൊള്ളുന്നത് പ്രതിപക്ഷ നേതാവിനാണ്, VD സതീശനാണ്. സമരം ഓവറാണോ? മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് ഈ സമരങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ പറഞ്ഞ എൻറ്റയർ എപ്പിസോഡിനെ എനിക്കൊന്ന് ഞാൻ രണ്ടായിട്ട് സ്ട്രീം ലൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രണ്ടായിട്ടെന്ന് വെച്ചാൽ ഒന്ന് അതിൻ്റെ ലീഗൽ സൈഡും അടുത്തത് ഈ പറയുന്ന പൊളിറ്റിക്കൽ സൈഡും. ആദ്യം ഞാൻ അതിൻ്റെ ലീഗൽ സൈഡ് ഇപ്പോൾ അരുൺകുമാർ എക്സ്പ്ലെയിൻ ചെയ്തത് പൂർണ്ണമായി എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്നോ രണ്ടോ പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്ത് പറയാം. ഇതിനകത്ത് എന്താണ് റെമഡി എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്ന രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇനിയുള്ള റെമഡി എന്താണ്? രജിസ്ട്രാർക്ക് ഇനിയും റെഡ് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. കാര്യം അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഇൻസ്റ്റേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് ആണെങ്കിലും ആ സിൻഡിക്കേറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഫങ്ഷനിങ് നടക്കുന്നില്ല. ആ ഫങ്ഷനിങ് എന്തിനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലിരിക്കുന്ന ഒരാളുടെ ഫങ്ഷനിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ലീഗൽ റൈറ്റിനെ, ആ പൊസിഷൻ്റെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ്, ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹി ക്യാൻ അപ്രോച്ച് ദ ഹൈക്കോർട്ട് ടു ഗെറ്റ് ദ തിങ്സ് ഡൺ. റെമഡി അത് അവിടെയുണ്ട്, കോസ് ഓഫ് ആക്ഷൻ അവിടുന്ന് വരുന്നുണ്ട്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് തന്നെ വേണമെങ്കിൽ പോകാമെന്നൊരു ധാരണ എനിക്കുണ്ട്. കാരണം നോക്കൂ, സിൻഡിക്കേറ്റിന് ചെറിയ കാര്യമല്ല, സിൻഡിക്കേറ്റ് ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയും കൂടിയാണ്. അത് അതിന് വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഉള്ള കാര്യമാണ്. അവരൊരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഈ രജിസ്ട്രാർ അവിടെ വന്നിരിക്കുന്നത്. ആ രജിസ്ട്രാറെ അവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്, സിൻഡിക്കേറ്റ് കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ ആകാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷനിങ് പ്രോപ്പർ ആകാനാണ്. ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ദ സിൻഡിക്കേറ്റ് അല്ലേ? ആ സിൻഡിക്കേറ്റിൻ്റെ വില്ലിനെ എന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറാലിറ്റി ഉള്ളൊരു ബോഡിയാണ്. ആ ബോഡിയുടെ വില്ലിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വൈസ് ചാൻസലർ ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ യൂണിവേഴ്സിറ്റിയുടെ പേർപ്പസ്, ആ പേർപ്പസിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിടപെടിയിൽ വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും ചാൻസലർ സ്ഥാനത്തു നിന്നും വരുന്നു. ആ സെൻസിൽ അവർക്കും ഒരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ട്. അവർക്കും ഹൈക്കോടതിയെ 226 അപ്രോച്ച് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് തെറ്റുന്നത്, അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തന്നെ അത് വരും തന്നെയാണ് കണക്കാക്കുന്നത്. കാര്യം അല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ അദ്ദേഹം ഒരു ഓർഡർ ഇടുന്നു, ഇപ്പുറത്ത് വീട്ടിൽ ഇരുന്ന് ഒരു ചേച്ചി ഇരുന്ന് ഇണ്ടാസ് പോലെ ഇരുന്ന ഇത് പറ്റത്തില്ല, വേറെ ആളൊക്കെ പുള്ളിക്കാരിക്ക് തോന്നിയ പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിനെ എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ when a statutory provision is violated and even the direction of the syndicate is not been obeyed, what is the remedy you have? To approach the high court. എന്നതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ എനിക്കൊന്ന് ആ കാര്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് നോക്കൂ, നമ്മൾ ഈ വിഷയം ലീഗൽ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ രാഷ്ട്രീയമായി നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതികരണം വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനത്തിൽ നിന്ന്, യുവജന പ്രസ്ഥാനത്തിൽ നിന്ന്, CPIMൻ്റെ ഭാഗത്തു നിന്ന്, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ സമരത്തിൻ്റെ മുഖത്തേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയം കൈയാളുന്ന CPIMൻ്റെ മെസ്സേജാണ്. RSSനും സംഘപരിവാറിനും ഈ പറയുന്ന ഗവർണർക്ക് ഉൾപ്പെടെയുള്ള ഈ VC ഒക്കെ ഉണ്ടല്ലോ, VCക്കൊക്കെ ഉള്ള മറുപടിയാണ് ഗോവിന്ദ മാസ്റ്ററെ. അത് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അതിനൊരു ആർജവം ഉണ്ടാകണം, അതിനൊരു ശക്തി ഉണ്ടാകണം. KSUവിന് ഇങ്ങനൊരു സമരം നടത്തിക്കൊണ്ട് ആ സമരത്തിലേക്ക് ഈ പറയുന്ന VD സതീശൻ ഒഴുകി വരികയാണെങ്കിൽ പോലീസ് പ്രൊട്ടക്ട് ചെയ്തില്ലേ? പോലീസ് തന്നെ VD സതീശനെ പിടിച്ച് അടിക്കുമോ? നോ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇല്ലാന്ന്. കാര്യം KSU സംസ്ഥാനത്ത് മാർച്ച് നടത്താൻ പോകുന്നു, VD സതീശൻ അതിനെ അഭിസംബോധന ചെയ്തെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിനെ എതിർക്കാൻ പോകുന്നത്? ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉള്ള കൈയാളുന്ന പോലീസ് സപ്പോർട്ട് ചെയ്തില്ലേ? അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അങ്ങനൊരു കാര്യം ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അവിടെ നോക്കൂ, അവിടെ KSUവിനും UDFനും ഒരു വലിയ പാളിച്ച ഉണ്ടാകുന്നു. അവർ ഈ പറയുന്ന സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം മുറുകിക്കോട്ടെ, അതുവഴി എന്തോ നേടിയെടുക്കാമെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാര്യം നമ്മൾ അവിടെ ഈ പറയുന്ന പരോക്കിയലായിട്ടുള്ള നാരോ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് മാറ്റിവെച്ച് ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ കൈകടത്താൻ ശ്രമിക്കുന്നു. ഭാരതാംബ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ പിക്ചർ കൊണ്ടുവച്ചിട്ട് ആ ലേഡിയുടെ പിക്ചർ വെച്ചിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുകാനിരിക്കുകയല്ല ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും. അത് നമ്മൾ ഒരുമിച്ച്, അത് നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ.
അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സമരം ചെയ്യാനൊരു ബാധ്യതയില്ലേ? KSUവിൻ്റെ 4 കോടി അവിടുന്ന് ഇവിടുന്ന് പാറുന്നതല്ല, സമരം ശക്തമായി തന്നെ വരണം. കാരണം സമരം ശക്തമായി ഗവർണർക്കുള്ള മെസ്സേജാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കേരളത്തിൻ്റെ ഗവർണർ, ചാൻസലർ ഗവർണർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒന്നായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗവർണർ എന്നുള്ള പദവി ഉപയോഗിക്കുന്നത്, വാക്ക് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നിട്ട് പോയി. നമ്മൾ വളരെ ശക്തമായി എതിർത്തു. അദ്ദേഹം 5 വർഷം ഇരുന്നിട്ട് 5 വർഷം കഴിഞ്ഞ് ഇച്ചിരൂടെ ഇരുന്നു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ എന്താ വില? സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിലയില്ല. കാര്യം നമ്മൾ പോയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ ഉള്ള ആൾക്കാരെ കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയണം. നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ മാസ്റ്ററിന് വേണ്ടി യു ആർ ഓഫ് കോഴ്സ് വൈക്കേരിയസ്ലി ലയബിൾ ടു യുവർ മാസ്റ്റർ, അത് കറക്റ്റാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്, ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ് ഉണ്ട്. നിങ്ങൾ ഒരു ഗവർണർ പദവി ഇരിക്കുക, പിന്നെ നാളെ തൊട്ട് സംഘപരിവാറിൻ്റെ പണി മാത്രം മൊത്തം എടുത്തേക്കാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനം പുച്ഛിച്ച് തള്ളും. ആ പുച്ഛിച്ച് തള്ളുന്നതിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്താണ് കേരള ജനത പറഞ്ഞത്? അത് 3 വർഷം കഴിഞ്ഞ് പറഞ്ഞത് ഈ പറഞ്ഞ 6 ഏക്കർക്ക് 1 മാസം കൊണ്ട് ഈ ജനത പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത വ്യത്യാസം. നോക്കൂ, ഇത്രയും ശക്തമായ സമരം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പോലും ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അക്കാര്യം അത്രത്തോളം ശക്തമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഭാരത മാതാവിനെയും കൊണ്ടൊക്കെ ഇങ്ങനെ വരികയാണ്. അവിടെ ഏത് ഭാരത മാതാവ്, എന്ത് ഭാരത മാതാവ്, ഏത് പതാക, ഏത് ഭാരതം എന്ന് പറയുന്ന ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തമായ ചോദ്യമാണ്. അത് ആര് ഇത് ഭാരത മാതാവെന്ന് പറഞ്ഞാലും പറ്റില്ല എന്ന് ശക്തമായി പറയാനുള്ള ആർജവം നമുക്കുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ മേടിച്ചത് ഇതൊക്കെ പറയാനായിട്ടാണ്. അതല്ലാതെ അവിടുന്ന് കിട്ടുന്ന തിട്ടൂരത്തിനനുസരിച്ച് അങ്ങ് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ശക്തി നമുക്കുണ്ട്. നമുക്ക് സാങ്കല്പികമായ ഒരു കാര്യം പറയാം. ഇപ്പോൾ കേരളം UDF ആണ് ഭരിക്കുന്നതെങ്കിൽ അന്നത്തെ മോദി സർക്കാരിൻ്റെ കാലത്തെ ഒരു ഗവർണർ ഇതുപോലെ RSS കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയെ, RSS ഭാരതാംബ എന്ന സങ്കല്പത്തെ ഒരു വിഷയത്തെ ഒരു ചിത്രമായി അവതരിപ്പിച്ച് രാജ്ഭവനിലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ അതിൽ അന്നത്തെ ആ പറയുന്ന ഒരു UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോയാൽ ആ മന്ത്രി ഇതുപോലെ വിയോജിക്കുമോ, ഇതുപോലെ ഇറങ്ങി വരുമോ, ഇതുപോലെ പ്രതിഷേധിക്കുമോ? ഇല്ല എന്ന് വളരെ വേഗം നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതാണ് ഇതിനോട് എടുക്കുന്ന നിലപാടിൻ്റെ വളരെ വ്യക്തമായ, ആളുകൾക്കിടയിൽ ബോധ്യപ്പെടുന്ന ഒരു വലിയ അന്തരം ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ശ്രീ പൊടിപ്പാറയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഏതായാലും സർവകലാശാല നിയമവും ചട്ടവും അനുസരിച്ച് നിയമപരമായ പരിശോധനയ്ക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് നേരത്തെ ഈ അഭിഭാഷകർ എന്ന നിലയ്ക്ക് കൂടി അവരോട് നമ്മളത് സംസാരിക്കുന്ന നിലയുണ്ട്. താങ്കളത് കേട്ടല്ലോ. അതിൽ താങ്കളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ചേർത്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്, ഈ വിഷയത്തിൽ താങ്കൾ തന്നെ പറഞ്ഞൊരു സമ്പൂർണ്ണ RSSകാരനായി ആർലേക്കർ അങ്ങ് മാറിക്കഴിഞ്ഞു. അങ്ങനെ പെരുമാറുമ്പോൾ അത് വകവെച്ച് കൊടുക്കാനും കഴിയില്ല. റൈറ്റ്, അതിൽ സംശയമൊന്നുമില്ല, താങ്കളും അത് പറഞ്ഞു. പക്ഷേ അതിനെതിരായി സമരം ചെയ്യുമ്പോൾ, അതിനെതിരായ ഒരു പ്രതിഷേധം ഉയരുമ്പോൾ, ആ പ്രതിഷേധം ഇന്നിപ്പോൾ UDF യോഗവും ചേർന്നിരുന്നു. ഞാൻ ചോദിക്കുന്നത്, UDF കോൺഗ്രസ് ഒക്കെ ഇതിൽ നിന്ന് അകലം പാലിക്കുകയാണോ ചെയ്യേണ്ടത്? അവരും അത് രാഷ്ട്രീയമായി ആ മുന്നണിയെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടാണോ? ശരത്തേ, ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നതും ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അഭിപ്രായങ്ങളെ മുന്നോട്ട് വെച്ച് അവതരിപ്പിക്കുന്നതല്ല. അതിനകത്ത് അത് കൃത്യമായിട്ട് ഒരുപാട് ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കൈരളി ചാനലിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യം എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ താങ്കൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് വിഷമമായിട്ട് തോന്നിയത്. അതായത് ഇതുപോലെ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ രാജ്ഭവനിൽ ഒരു പരിപാടി നടത്തുന്നു, ഗവർണർ ഒരു പരിപാടി നടത്തുന്നു, ഒരു സംഘീയ ഗവർണർ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിലേക്ക് UDF ഭരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഒരു മന്ത്രി പോകുന്നു, ആരെങ്കിലും ആട്ടെ, അങ്ങനെ ഒരു മന്ത്രി പോകുന്നു, ആ മന്ത്രി അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമെന്ന്. എനിക്ക് ശരത്തിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരത്തിനോടും ഈ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, അതായത് കോൺഗ്രസിന്റെ RSS വിരുദ്ധതയും ആ RSS വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വിലയും, ഈ രാജ്യത്ത് CPM കേരളത്തിൽ RSS വിരുദ്ധതയുടെ കാര്യത്തിൽ ചാമ്പ്യൻസ് ആകാം, ഞാൻ അല്ലെന്ന് പറയുന്നില്ല, യു ക്യാൻ ബി ദ ചാമ്പ്യൻസ്. പക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇന്ന് RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ചാമ്പ്യൻസ് ആവാൻ യാഥാർത്ഥ്യം അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മൾ കേരളമാണ് ചർച്ച ചെയ്യുന്നത്. അതെ, കേരളം മാത്രമല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. അല്ല, ഈ വിഷയത്തിൽ കേരളത്തിന്റെ ഗവർണർ, കേരളത്തിലെ രാജ്ഭവൻ, അങ്ങനെ ശരത്തിനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ വിഷയം വളരെ സ്പെസിഫിക് അല്ലേ സാർ? ഈ വിഷയം സ്പെസിഫിക് അല്ലേ? ഈ വിഷയം വൈഡാണെങ്കിൽ കോൺഗ്രസിന് അപ്പോൾ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്തേ കോൺഗ്രസ് സമരം ചെയ്യാത്തത്, ശക്തമായി എതിർക്കാത്തത്? അല്ല, ഭാരതാംബ എന്ന് പറയുന്നത് വളരെ വിശാലമായ സംഭവമാണ്.
ആ വിഷയത്തിലാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അവിടെ അത് പിടിക്കുന്നില്ല കൂടുതൽ, ഞാൻ വിടുകയാണ്. അങ്ങനെയൊന്നും പറയാൻ ഞാൻ പറഞ്ഞത് സാർ താങ്കളിലേക്ക് തന്നെയാണ്. ഈ തുടർന്ന് ഇങ്ങോട്ട് വന്ന ദിവസങ്ങളിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാനോ ഇടപെടാനോ കഴിയാതെ ആ സമരം ചെയ്യുന്നവരെ വിമർശിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പ്രദാനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരിൽ നിന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഒരു സാഹചര്യം വന്നാൽ അവർ അതിനോട് വിയോജിക്കും, ഇറങ്ങിപ്പോരും മന്ത്രിമാർ, അത് ഉത്തരവാദിത്തമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാകും എന്ന് പറഞ്ഞ് നിൽക്കില്ലേ എന്ന് ചിന്തിക്കില്ലേ ആളുകൾ? ചരിത്രം, ഞാൻ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചു. ചോദിച്ചോളൂ. ഇപ്പോ ലാൽകുമാറും പറഞ്ഞു, അരുൺകുമാറും പറഞ്ഞു, ഇവർ രണ്ടുപേരും എനിക്ക് വളരെ ബഹുമാനമുള്ള ആളുകളാണ്. കാര്യങ്ങൾ നന്നായി പഠിച്ച് വിഷയം അതിന്റെ സമഗ്രതയിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇപ്പൊ ലാൽകുമാറും അരുൺകുമാറും അവസാനം പറഞ്ഞെത്തിയത് ഇനിയും ഹൈക്കോടതിയിൽ പോകേണ്ടി വരും, സിൻഡിക്കേറ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രാർക്കോ ഇനി വീണ്ടും അദ്ദേഹത്തിന് കൃത്യനിർവഹണം നടത്താൻ പറ്റുന്നില്ല, സിൻഡിക്കേറ്റിന് അവരുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വൈസ് ചാൻസലറുടെയും അതുപോലെ തന്നെ ഈ ജോയിന്റ് രജിസ്ട്രാർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് നിയമപരമായ ഒരു പരിഹാരം കാണാനുള്ള ഒരു ഉത്തരവുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പോകേണ്ടി വരും എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ ആദ്യം തന്നെ ഒരു പിഴവ് പറ്റിയില്ലേ? അതായത് അസാധാരണ സാഹചര്യത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അവകാശമുണ്ടെന്നുള്ള അധികാരം, അല്ലെങ്കിൽ അധികാരമുണ്ടെന്നുള്ള ആ ഒരു വകുപ്പ് ഉപയോഗിച്ചാണ് ഈ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷനെ ഈ രീതിയിൽ മാറ്റാൻ അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാൻ, ആ സസ്പെൻഷൻ തന്നെ ഇല്ലീഗൽ ആണെന്ന് സ്ഥാപിച്ചെടുക്കാൻ സിൻഡിക്കേറ്റിന് കഴിയുമായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ഹൈക്കോടതിയിൽ പോയത്? ഹൈക്കോടതിയിൽ പോയിട്ട് ആ ആദ്യത്തെ ദിവസം ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുത്തില്ല. രണ്ടാം ദിവസം ആവുമ്പോഴേക്കും അതിന്റെ തലേ ദിവസം ഈ പറഞ്ഞ അവിടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. സിൻഡിക്കേറ്റ് ആ തീരുമാനം റദ്ദാക്കുന്നു, അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് പകരം ഹൈക്കോടതി തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നു. ഈ വൈസ് ചാൻസലർക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ താൽക്കാലിക വൈസ് ചാൻസലർക്കോ ആ ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന് വീണ്ടും സസ്പെൻഡ് ചെയ്യാനോ വീണ്ടും ഈ നാടകം കളിക്കാനോ കിട്ടുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവിടുന്ന് ഈ കോടതിയിൽ നിന്ന് ഓടിപ്പോന്നിട്ട് ഈ വളഞ്ഞ വഴി നോക്കിയത്? ഒന്നെങ്കിൽ കോടതിയിൽ പോയ സാഹചര്യത്തിൽ അതിന്റെ അവസാന തീരുമാനം വരെ കാത്തിരിക്കാമായിരുന്നു. ശ്രീ പൊടിപ്പാറ മുന്നോട്ട് വെച്ച ചോദ്യവും വിമർശനവും മറുപടി എന്താണ് അരുൺകുമാർ? ശ്രീ പൊടിപ്പാറ പറഞ്ഞത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതായത് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ രജിസ്ട്രാർക്കെതിരെ VC-ക്ക് നടപടി എടുക്കാമെന്നിരിക്കെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. ഞാനിതിൻ്റെ സെക്ഷൻ 10 ക്ലോസ് 14 വായിക്കാം. സർവകലാശാല നിയമത്തിന്റെ സബ്ജക്ട് ടു ദി പ്രൊവിഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ഓർഡിനൻസ് ദ വൈസ് ചാൻസലർ ഷാൽ ഹാവ് പവർ ടു അപ്പോയിന്റ്, സസ്പെൻഡ്, ഡിസ്മിസ് ഓർ അതർവൈസ് punish any member of the establishment of the university below the rank of the deputy registrar എന്നതാണ്. അത് ഞാനിത് പറഞ്ഞിരുന്നല്ലോ. ബിലോ ദ റാങ്ക് ഓഫ് ദി ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ മുതൽ താഴേക്കുള്ളവർക്കെതിരെ അടിയന്തര ഘട്ടത്തിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി എടുക്കാൻ പറ്റൂ. അങ്ങനെ നടപടി എടുത്താൽ പോലും സെക്ഷൻ 13 അനുസരിച്ച് നടപടി എടുത്തു പോയാൽ അടിയന്തരമായി പിന്നീട് നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് പ്ലേസ് ചെയ്യണം. കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്നു, അത് പ്ലേസ് ചെയ്താൽ പിന്നെ അതവിടെ തീർന്നു. ബാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തേണ്ടതും തുടർ നടപടി വേണമോ ക്യാൻസൽ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടതും സിൻഡിക്കേറ്റാണ്. അപ്പോൾ ആ സിൻഡിക്കേറ്റ് യോഗം തീർന്നതോടുകൂടി അത് തീർന്നു. കാരണം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് മുകളിലുള്ളവർക്കെതിരെ നടപടി എടുക്കാനേ പാടില്ല. പിന്നെ ഇവിടെ ചോദിച്ചത് കോടതിയിൽ നിന്ന് അത് പിൻവലിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അധികാരമില്ലാത്ത അതോറിറ്റി പിന്നെന്തിനാണ് കോടതിയിൽ പോയത്? ഞാൻ പറയട്ടെ, അധികാരമില്ലാത്ത ഒരു അതോറിറ്റി അധികാരമില്ലാത്ത ഒരു അതോറിറ്റി എന്നെ അപ്പോയിന്റ് ചെയ്തത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിന് മാത്രമേ എനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത VC എനിക്കെതിരെ നടപടിയെടുത്തത് ഇല്ലീഗലാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹൈക്കോടതി പോയത്. ആ നടപടിക്കെതിരായിട്ടാണ് അതിന് സ്റ്റേ കിട്ടാനാണ് പോയത്. ആ പ്രൊസീഡിങ്സ് ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ തന്നെ അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി തന്നെ ആ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. ആ പിൻവലിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇംപ്യൂഗ്ഡ് ഓർഡർ, കുറ്റാരോപിതമായിട്ടുള്ള ഓർഡർ, ചലഞ്ച് ചെയ്ത ഓർഡർ ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, സർവകലാശാല നിയമപ്രകാരം അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും തെറ്റാണെന്ന് കണ്ടെത്തി പിൻവലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യം ഹൈക്കോടതി പ്ലേസ് ചെയ്തു.
ഹൈക്കോടതിയിൽ ഡോക്ടർ സിസ തോമസ് താൽക്കാലിക VC അഭിഭാഷകനെ വെച്ച് അപ്പീർ ചെയ്തു. അതും വിശദമായി വാദം കേട്ടു. അത്തരത്തിൽ വാദമെല്ലാം കേട്ടിട്ടാണല്ലോ കോടതി ഈ കേസ് പിൻവലിക്കാൻ അനുവദിക്കുകയും മറ്റെന്തെങ്കിലും റിലീഫ് വേണമെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ തന്നെ സമീപിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം നിയമപരമായി തന്നെയാണ് ഹൈക്കോടതിയിൽ നടന്നത്. സിസ തോമസിന്റെ വാദവും കേട്ടു, എന്നിട്ടാണ് നടപടിയെടുത്തത്. ശരി, ലാലിന് കൂടി അദ്ദേഹം ഇപ്പോഴും അതിനോട് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. ലാലു കൂടി ക്യുക്കായി ചുരുക്കി. അല്ല ഇതിനകത്തെ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തെ റിട്ട് പെറ്റീഷൻ്റെ പെറ്റീഷണർ ആരാന്നുള്ളതാണ്. രജിസ്ട്രാറിന്റെ പദവിയിലിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡന്റ് കപ്പാസിറ്റിയിലാണ് പോകുന്നത്. വ്യക്തിപരമായ കാര്യം രജിസ്ട്രാറിന്റെ പോയിന്റിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പെറ്റീഷണർ ലോക്കൽ സ്റ്റാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനുള്ള റെമഡി റിട്ട് പെറ്റീഷനാണ്. അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനേ പറ്റൂ. ആ റിട്ട് പെറ്റീഷൻ്റെ ഞാൻ ക്ലിയർ ആക്കി തരാം. ആ റിട്ട് പെറ്റീഷന് പെൻഡിങ് ആയിട്ടിരിക്കുമ്പം അദ്ദേഹത്തിനെതിരെ വൈസ് ചാൻസലർ എടുത്ത നടപടി ആര് ക്യാൻസലാക്കി? സിൻഡിക്കേറ്റ് ക്യാൻസലാക്കി. അദ്ദേഹത്തിൻ്റെ റിട്ട് പെറ്റീഷനിൽ ഉണ്ടായിരുന്ന പ്രെയർ എന്താണ്? സസ്പെൻഷൻ ക്യാൻസലാക്കണമെന്നാ. സസ്പെൻഷൻ റിട്ട് പെറ്റീഷൻ വഴി ക്യാൻസലാക്കണമെന്ന് പറഞ്ഞെടുത്ത് സിൻഡിക്കേറ്റ് തന്നെ ക്യാൻസലാക്കി എന്ന് പറയുന്നു. അതിന് നിയമസാധ്യത ഉണ്ട് എന്ന് ഹൈക്കോടതി പറയുന്ന സ്ഥിതിക്ക് അദ്ദേഹം ആ പെറ്റീഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കോസ് ഓഫ് ആക്ഷൻ ഇൻഫ്രക്ചസ് ആയി. കാര്യം ആ കോസ് ഓഫ് ആക്ഷൻ ഇല്ലാതായി. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ പെറ്റീഷൻ വിഡ്രോ ചെയ്തത്. അല്ല, ഈ പറഞ്ഞ നേരത്തെ സസ്പെൻഷനും കൂടെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നാ സാർ ചോദിക്കുന്നത് അല്ലേ? അത് ആ പെറ്റീഷണർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പെറ്റീഷണറിനെ സംബന്ധിച്ചിടത്തോളം പെറ്റീഷണർക്ക് കിട്ടേണ്ട റെമഡി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷനും ഇല്ലീഗലാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ടത് അതിന്റെ ആവശ്യം ചിലപ്പോൾ അദ്ദേഹം കണ്ടു കാണത്തില്ല. ബോഡിയിൽ ഇരിക്കുന്ന ആളല്ലല്ലോ, ഇൻഡിവിജ്വൽ അല്ലേ ഇരിക്കുന്നത്. അതാണ് അവിടെ മനസ്സിലാക്കുക. അതാണ് അതിന്റെ ഉത്തരം. യെസ്, ഏതായാലും വളരെ ഏതായാലും അങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നൊരു വേദിയല്ലല്ലോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അതങ്ങനെ നിലനിർത്തി തന്നെയാണല്ലോ ചർച്ച മുന്നോട്ട് പോവുക. പക്ഷേ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് യുക്തിസഹമായി വിലയിരുത്താൻ കഴിയുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, കേരള സർവകലാശാല നിയമവും ചട്ടവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അതിനെതിരെ നിയമപരമായി എങ്ങനെയൊക്കെ പോകുന്നു, RSS വൽക്കരണത്തിനെതിരെ എത്ര ശക്തമായ രാഷ്ട്രീയ സമരം നടക്കുന്നു, ഇതെല്ലാം പരിശോധിക്കുന്ന നിലയിലാണ് പോയത്. ഞാൻ അതിനിടയിൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു. അത് അല്പം മുമ്പ് ഈ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ കൂടി കണ്ട ഒരു കാര്യമാണ്. ജോൺ ബ്രിട്ടാസ് MP ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. അതിൽ അത്യാവശ്യം കുറച്ച് ഉണ്ട്, അതൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കാം. കേന്ദ്ര കിങ്കരന്മാർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സന്ദേഹങ്ങൾ ഉയർന്നിരുന്നു. പഴയ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഭരണഘടനയുടെ പ്രവർത്തനം വിലയിരുത്താനും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പുനർനിർണ്ണയം ലക്ഷ്യം വെച്ചുകൊണ്ടും ഇന്ത്യയിൽ പ്രധാനമായും 3 കമ്മീഷനുകൾ നിലവിൽ വരികയുണ്ട്. നമ്മൾ രാഷ്ട്രീയമായി എപ്പോഴും എടുത്ത് പ്രയോഗിക്കാറുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ. യഥാക്രമം ഇന്ദിരാഗാന്ധി, AB വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർ പ്രധാനമന്ത്രിമാരായിരുന്നപ്പോൾ നിയമിക്കപ്പെട്ട സർക്കാരിയ കമ്മീഷൻ 83-ൽ, MN വെങ്കടചെല്ലയ്യ കമ്മീഷൻ 2000-ൽ, MM പൂഞ്ചി കമ്മീഷൻ 2007-ൽ എന്നിവയാണ് കമ്മീഷനുകൾ. ഈ കമ്മീഷനുകൾ ഏകകണ്ഠമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചാൻസലർ പദവിയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചാൻസലർ പദവിയിൽ നിന്ന്, ഈ സർവകലാശാലകളെ ഭരിക്കുന്ന ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ ഒഴിവാക്കണം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടുകളിലൂടെ കണ്ണോടിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്, ജോൺ ബ്രിട്ടാസ് എഴുതുന്നുണ്ട്. വർത്തമാനകാലത്തെ ഏറ്റവും വലിയൊരു കാപട്യം കൂടി അദ്ദേഹം ഈ പോസ്റ്റിൽ എഴുതുന്നുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, പല ചർച്ചകളും നമ്മൾ മുമ്പും ചർച്ച ചെയ്ത വിഷയമാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ഒരു ബില്ലുണ്ട്. 2013-ലെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബിൽ. അന്ന് UP ആണ് രാജ്യം ഭരിക്കുന്നത്, 2013-ലാണ്. ഇത് അല്പകാലം കേന്ദ്രത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്രാനുമതിയോടെ നിയമം യാഥാർത്ഥ്യമാക്കി. പ്രധാനമന്ത്രിയായി മോദി ദില്ലിയിൽ എത്തിയതോടുകൂടി ആ ഗുജറാത്തിലെ ബില്ല് പാസാക്കി, അനുവദിച്ചു. ഇന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവർണർമാരുടെ ചാൻസലർ പദവിയിലൂടെ താറുമാറാക്കാൻ ശ്രമിക്കുന്നു. കാപട്യത്തിനും വഞ്ചനയ്ക്കും ഇത്രത്തോളം കാഠിന്യം വേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും ജനവിരുദ്ധവും അധാർമികവുമായ ആഭാസം അരങ്ങേറുമ്പോൾ അത് ഇവിടെ അരങ്ങേറിയിട്ടും ഇവയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ ഇടതുപക്ഷ വിരുദ്ധ കണ്ണടയിലൂടെ നോക്കിക്കാണുന്ന അശ്ലീലം മറ്റെന്തിനെങ്കിലും ഉണ്ടോ എന്നുകൂടി ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്. ചർച്ചയുടെ ഒരു പൂർണ്ണതയിൽ ഇതുകൂടി പ്രേക്ഷകർ മനസ്സിൽ വെച്ച് നിങ്ങളുടേതായ യുക്തി വിചാരത്തോടെ ബോധത്തോടെ വിലയിരുത്തുക. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.